ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഡെലിവറി വ്ളോഗിൽ കുറച്ച് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഏതൊക്കെ എക്സസൈസ് ആണ് ചെയ്തത് അതൊന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ നോർമൽ ഡെലിവറി സ്മൂത്ത് ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സിലൊന്നാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ. ആക്ച്വലി അനോമലി സ്കാൻ ചെയ്ത സമയത്ത് എൻ്റെ സെർവിക്സിൽ 2.9 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഷോർട്ട് സെർവിക്സ് അല്ല, 2.5 താഴോട്ടാണെങ്കിൽ ഷോർട്ട് സെർവിക്സ് ആണ്. പക്ഷേ ഇത് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാനോ അങ്ങനെ എക്സസൈസ് ഒന്നും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ എൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 months തൊട്ടാണ് കേട്ടോ. അത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്ന കുറച്ച് എക്സസൈസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി നിങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഏതൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവർ, ബ്ലീഡിങ് ഉള്ളവർ, ഷോർട്ട് സെർവിക്സ് ഉള്ളവർ, അവരെന്നല്ല എല്ലാവരും തന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്ത് മാത്രമേ അവർ പറയുന്ന വർക്കൗട്ട്സ് മാത്രമേ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, അവരവരുടെ ബോഡിയും എല്ലാം പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറിനോട് അഡ്വൈസ് ചോദിച്ചിട്ട് മാത്രമേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് എക്സസൈസ് നടത്തമാണ് കേട്ടോ. നമ്മുടെ പ്രഗ്നൻസിയിൽ നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകളിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സസൈസ് ആണ് ഈ നടത്തം എന്ന് പറയുന്നത്. ഇത് പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യ ടൈം തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള നടത്തം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അതുപോലെ ഓക്സിജൻ സപ്ലൈ ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒത്തിരി സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല, ഒരു മോഡറേറ്റ് സ്പീഡിൽ, അതായത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിച്ച് പോകുന്ന രീതിയിലുള്ള സ്പീഡിലേ നമുക്ക് നടക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ ഒത്തിരി കിതയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നടക്കുക. നെക്സ്റ്റ് സ്കോട്ട്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 5 ടൈംസ് മോർണിംഗ് 5 ടൈംസ് ഈവനിങ് മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ ഇത് തേർഡ് ട്രൈമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്താലും മതി. ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ കേട്ടോ. ഞാൻ എന്റെ തേർഡ് ട്രൈമസ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ കൈ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് നമ്മളെ പെൽവിക് ഏരിയ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ഹിപ്പ് വൈഡനിങ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് മന്ത് ഒക്കെ ആവുന്ന സമയത്ത് നല്ല വയറുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി. അപ്പൊ ശ്രദ്ധിച്ച് പതിയെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ 50 സ്ക്വാട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഒറ്റയടിക്ക് ചെയ്യാനല്ല, പതിയെ 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 കൂട്ടി വരിക. ലാസ്റ്റ് വീക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഇതേപോലെ നല്ല ഡീപ്പ് സ്ക്വാട്ടും കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതും നല്ല പതിയൊക്കെ ചെയ്താൽ മതി, ഒത്തിരി സ്പീഡിലൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും സ്ട്രെയിനോ പെയിനോ തോന്നുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തത് ബട്ടർഫ്ലൈ പോസ് ആണ് കേട്ടോ. ഇതൊരു അടിപൊളി എക്സസൈസ് ആണ് നമ്മളുടെ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ചിലർക്ക് താഴെ ഇരുന്ന് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കുഷ്യനോ ഒരു പില്ലോ എന്താന്ന് വെച്ചിട്ട് ഇട്ടിട്ട് അവിടെ ഇരുന്ന് ചെയ്താൽ മതി. ഈ ഒരു എക്സസൈസ് നമ്മുടെ പെൽവിക് തൈസ് മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവാനും പെൽവിക് ഓപ്പൺ ആവാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അധികം സ്ട്രെയിൻ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇതേപോലെ റോക്ക് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഇതും നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഈ ബട്ടർഫ്ലൈ പോസിൽ തന്നെ വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് ലഞ്ചസ് ആണ് കേട്ടോ. ഒരു അടിപൊളി എക്സസൈസ് ആണ്. ഇത് നമ്മുടെ പെൽവിക് ഏരിയയൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും അതുപോലെ നമ്മുടെ ബേബിയുടെ ഹെഡ് സെഫാലിക് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസും കൂടിയാണ് ഇത് കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10 തവണയൊക്കെ ചെയ്താൽ മതി. പിന്നെ ടൈംസ് കൂട്ടുക. അടുത്തത് സ്റ്റെയർ കയറുന്നത് ഇറങ്ങുന്നതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നാള് അതൊന്നും ചെയ്യാതിരുന്നവര് പതിയെ പതിയെ ചെയ്താൽ മതി. ഒരു 5 തവണയൊക്കെ കയറി ഇറങ്ങി അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോൾ റെയിലിംഗ്സിൽ പിടിച്ചിട്ട് വേണം ഇറങ്ങാനും കയറാനും. അതുപോലെ ഹീൽസ് ഒന്നും യൂസ് ചെയ്യരുത്. അതാകുമ്പോൾ നമ്മൾ വീഴാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കയറുമ്പോൾ ചരിഞ്ഞ് പിടിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. നല്ല ശ്രദ്ധിച്ച് വേണം കയറാൻ വേണ്ടി. ഇത് നല്ലൊരു എക്സസൈസ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സസൈസുകളെല്ലാം ഒറ്റയടിക്ക് ഒരുമിച്ച് ചെയ്യുക എന്നതല്ല. കുറച്ച് 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 1, 2 വീതമൊക്കെ ഓരോ ദിവസം അങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ വന്നാൽ മതിയാവും. ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യരുത്. നമ്മൾ ആദ്യത്തെ 1, 2 ദിവസം ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ മാറിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഈ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് തല കറക്കോ അങ്ങനെ എന്ത് ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എക്സസൈസ് ചെയ്യാൻ നിൽക്കരുത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ പ്രിഫർ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എടുക്കുക. ഒത്തിരി ചൂടുള്ള ടൈമിൽ ഒത്തിരി എക്സസൈസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നോർമൽ ഡെലിവറി സ്മൂത്ത് ആക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസസ്. അപ്പോൾ നിങ്ങൾക്കും ഇത് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.